ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസ റെസിപ്പിയാണ് കേട്ടോ. ഗ്രീൻ പീസ് സമൂസ റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് സമയം കൊണ്ട് കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് സമൂസ റെസിപ്പിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാളാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കഷ്ണം കാബേജ് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ 1 കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നിന്ന് നന്നായി മിക്സ് ചെയ്തേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യം 1 കപ്പ് ഗ്രീൻ പീസാണ്. അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുമുണ്ട് ഗ്രീൻ പീസ്. അതിനുശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പ്, ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലേൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ്സ് ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് മൈദ എടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചൂടാറാൻ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചൊരു കോൺ രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഫില്ലിങ്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ മൈദൻ്റെ പശ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ സമൂസ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ സമൂസ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എല്ലാ സമൂസയും ഇതുപോലെ തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണമാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിവശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ടെടുക്കാം. 2 സൈഡും ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ. അപ്പം ബാക്കിയുള്ള സമൂസയും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.